നാടെങ്ങും പ്രതിഷേധമാണ്. പ്രതിഷേധത്തിലുടനീളം സംഘർഷ സമാനമായ സാഹചര്യത്തിലാണ് സാക്ഷ്യം വഹിക്കുന്നത്. വിശദമായി നോക്കാം. ആദ്യം ഈ മണിക്കൂറിലെ തലക്കെട്ടുകളിലേക്ക്. ഓമനപ്പുഴയിൽ മാതാപിതാക്കൾ കൊന്ന ഏഞ്ചൽ പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായിരുന്നുവെന്ന നിഗമനം ബലപ്പെടുന്നു. സാത്താൻ സേവ പോലുള്ള ആചാരങ്ങൾ പിന്തുടർന്നിരുന്നോ എന്നും സംശയം. വീടിന്റെ ഭിത്തിയിലെ വാചകങ്ങളെ ചുറ്റിപ്പറ്റിയും അന്വേഷണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നാടെങ്ങും പ്രതിഷേധം ആളിക്കത്തിച്ച പ്രതിപക്ഷ സംഘടനകളും ബി.ജെ.പിയും. മന്ത്രിയുടെ വീടുകളിൽ അടക്കം മാർച്ച്. പാലക്കാട് ലാത്തിച്ചാർജ്. തിരുവനന്തപുരത്തും കണ്ണൂരിലും കാസർഗോഡും ജലപീരങ്കി. ഇത്രയും കഴിവുകെട്ട ഒരു മന്ത്രിയെ കേരളം കണ്ടിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ചോർന്നൊലിച്ചും കോൺക്രീറ്റ് അടർന്നു വീണും കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ കെട്ടിടവും തകർച്ചയുടെ വക്കിൽ. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ. അടിയന്തരമായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് ഹോസ്റ്റൽ സന്ദർശിച്ച് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ വീണ ജോർജ് എത്തിയേക്കും. എരുമേലിയിലെ വാപുര ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ ഹൈക്കോടതി. നടപടി അനുമതി തേടിയില്ലെന്ന പഞ്ചായത്ത് വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു വിശ്വാസത്തിലുള്ള വാപുരനെ ചിലർ വാവരാക്കുകയായിരുന്നുവെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. നിപ ഭീതിയിൽ പാലക്കാടും മലപ്പുറവും കോഴിക്കോടും. വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 300-ലേറെ പേർ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത. KCL താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയത് 26.80 ലക്ഷം രൂപയ്ക്ക്. വിഷ്ണു വിനോദ് 12.8 ലക്ഷത്തിന് കൊല്ലമേരീസിൽ. ജലജ് സക്സേന ആലപ്പി റിപ്പിൾസിനും ബേസിൽ തമ്പി ട്രിവാൻഡ്രം റോയൽസിനും സ്വന്തം. ബർമിംഗ്ഹാം ടെസ്റ്റിൽ കൂറ്റൻ ലീഡ് നേടാൻ ഇന്ത്യ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് UDF. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പാലക്കാട് പോലീസ് ലാത്തിവീശി. കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പല തവണ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടു. ഇപ്പോൾ തലസ്ഥാനത്തെ സാഹചര്യം എങ്ങനെയാണ്? ഏതാണ്ട് 3/4 മണിക്കൂറോളം അതിശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. വസതിക്ക് ഏതാണ്ട് 30 മീറ്ററുകൾക്കകലെ പോലീസ് മാർച്ച് തടഞ്ഞു. പിന്നീട് ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. 14 റൗണ്ടിലേറെ പോലീസ്
ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല. തൊട്ടടുത്തുള്ള പോലീസ് ട്രെയിനിംഗ് കോളേജിന്റെ പരേഡ് ഗ്രൗണ്ടിലേക്ക് ചാടിക്കടന്ന പ്രവർത്തകർ അവിടെ നിന്ന് പോലീസ് നേരെ കല്ലേറ് തുടർന്നു. ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ ശാന്തമാണ്. ഈ റോഡിലെ ഗതാഗത കുരുക്ക് പോലീസ് മാറ്റുകയാണ്, ബാരിക്കേഡുകൾ അഴിച്ചു മാറ്റുകയാണ്. പ്രധാനപ്പെട്ട വഴുതക്കാട് നിന്ന് തമ്പാനൂരിലേക്കുള്ള പ്രധാന റോഡാണ്. ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത് തന്നെയാണ് സാഹചര്യം. 3 ദിവസമായി ഇത് തന്നെയാണ് സാഹചര്യം. പൂർണ്ണമായും ഗതാഗതം തടയേണ്ട അവസ്ഥയുണ്ട്. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷേ മന്ത്രിയുടെ വീട് ഇവിടെയാണ്, അതുകൊണ്ട് തന്നെ പ്രതിഷേധവും ഇവിടേക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പോലീസ് ട്രെയിനിംഗ് കോളേജിനുള്ളിൽ നിന്ന് പ്രവർത്തകർ പോലീസിനെ കല്ലെറിഞ്ഞു. അവിടെ നിന്ന് വനിതാ പ്രവർത്തകർ മതിലിയാടി കടന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് ഓടാൻ ശ്രമിച്ചു. അവിടെയും വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. പോലീസുകാർ അവിടെ അവരെ തടഞ്ഞ് കസ്റ്റഡി എടുക്കുകയായിരുന്നു. പലതവണ ഏതാണ്ട് 3/4 മണിക്കൂറോളം അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരം. മന്ത്രി രാജിവെക്കും വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനവുമായാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ നിന്ന് സമരം അവസാനിപ്പിച്ച് പോയത്. ഇന്നലെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും RYF-ന്റെയും ഒക്കെ സമരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. BJP-യുടെ ശക്തമായ പ്രതിഷേധ മാർച്ച് ഇന്നലെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് പൊതുവിലും തലസ്ഥാനത്ത് പ്രത്യേകിച്ചും അതിശക്തമായ പ്രതിഷേധമാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ പോഷക സംഘടനകളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആര്യ, തീർച്ചയായും തലസ്ഥാനത്തെ സാഹചര്യം അവിടെ നിന്ന് ഇപ്പോൾ പ്രതിഷേധത്തിനൊടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുന്നു എന്നതാണ്. എറണാകുളത്തേക്ക് പോയാൽ എറണാകുളം DMO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. തിരുവനന്തപുരത്തിന് സമാനമായ രീതിയിൽ തന്നെ അവിടെയും പല കുറി സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പലകുറി. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഏറ്റവും ഒടുവിൽ പ്രതിഷേധക്കാരെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് കാണാൻ ഇപ്പോൾ ബാരിക്കേഡുകളെല്ലാം തന്നെ അഴിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ തീർത്തും സംഘർഷഭരിതമായൊരു സമയമായിരുന്നു കടന്നുപോയത്. കാരണം വലിയ രീതിയിൽ പ്രവർത്തകർ ഇവിടേക്ക് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇവിടെ DCC ഓഫീസിൽ നിന്നുമാണ് ഇങ്ങോട്ട് മാർച്ച് എത്തിയത്. ഇവിടെ പല കുറി ഏതാണ്ട് 4 തവണയോളം ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് DMO ഓഫീസിലേക്ക് അടക്കം ചെല്ലാനായിട്ട് ശ്രമിച്ചു. അത് പലതവണ ജലപീരങ്കി ഉപയോഗിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. സമരം ഹൈബിയുടെ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉണ്ടായിരുന്നതിന് ശേഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം രണ്ടാമതും ഇത് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടു. ഇതിനുശേഷം പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രവർത്തകരെ ഇവിടേക്ക് പോലീസ് വാഹനത്തിലേക്ക് വലിച്ചഴിച്ച് ഇവിടെ നിന്ന് അകത്തേക്ക് നീക്കേണ്ടി വന്നു. അത്ര സംഘർഷഭരിതമായൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ സമരം തുടരുമെന്നും നിലപാടുകളിൽ മാറ്റമില്ല, വരും ദിവസങ്ങളിലും സമരം തന്നെയായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ബാരിക്കേഡുകൾ അഴിച്ചുമാറ്റിയിരിക്കുന്നു. നേരത്തെ ഇതുവഴിയുള്ള ഗതാഗതമടക്കം നിരോധിച്ചാണ് ഇവിടേക്ക് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. അറിഞ്ഞ് സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ രീതിയിൽ പോലീസ് മുൻകരുതലെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇത് സമരക്കാർ അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ വാഹനത്തിന് വേണ്ടി ഇപ്പോൾ ബാരിക്കേഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ, ഡാനി പോളാണ് എറണാകുളത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തുടനീളം സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പലയിടത്തും സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കടന്നു. പാലക്കാട് ലാത്തി ചാർജ് ഉണ്ടായി. കാസർഗോഡും കണ്ണൂരും തിരുവനന്തപുരത്തും എല്ലാം ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ടയിൽ BJP-യുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് വലിയ പ്രതിഷേധം നടന്നു. അത്തരത്തിൽ സംസ്ഥാനത്തൊട്ടുക്ക് വലിയ പ്രതിഷേധത്തിനാണ് ഇന്നത്തെ ദിവസവും സാക്ഷ്യം വഹിച്ചത്. വരും ദിവസങ്ങളിലും ഇത് തുടരും എന്നതാണ് സാഹചര്യം. കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ കെട്ടിടവും അപകടാവസ്ഥയിൽ. 60 വർഷം പഴക്കമുള്ള കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. പല മുറികളും ചോർന്നൊലിക്കുന്നതും കോൺക്രീറ്റ് പാളികൾ അടർന്ന അവസ്ഥയിലുമാണ് ഉള്ളത്. ഹോസ്റ്റൽ സന്ദർശിച്ച ചാണ്ടി ഉമ്മൻ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിന് ഏതാണ്ട് അല്പം മാറി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ദുരവസ്ഥയാണ് ഫലത്തിൽ പുറത്തുവരുന്നത്. അത്രയും പരിതാപകരമായ സാഹചര്യമാണ് ഹോസ്റ്റലിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചകൾ. പലയിടത്തും ഇടിഞ്ഞ് പോയിരിക്കുന്നു, പലയിടത്തും കോൺക്രീറ്റ് ഇല്ല, കേവലം കമ്പികൾ മാത്രം കാണുന്ന സാഹചര്യം, വെള്ളം ഊർന്നിറങ്ങുന്ന സാഹചര്യം. അത്രത്തോളം ദുർബലമാണ് ഈ ഹോസ്റ്റലിന്റെ കാഴ്ച എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ പരാതി കുറെ കാലങ്ങളായി ഉയർന്നു വരുന്നതാണ്. പക്ഷെ ആ പരാതിക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ല. സേഫ്റ്റി നമുക്ക് പ്രത്യേകിച്ച് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് ഒരു പീസായിട്ട് തന്നെ കോൺക്രീറ്റും പെയിന്റും ആയിട്ട് തന്നെ പറഞ്ഞു വീഴുകയും ബെഡിലേക്ക് വീഴുകയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തന്നെ ലൂസാണ്. ചില റൂമിൽ
ചില സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. MLA ചാണ്ടിയുമ്മൻ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണം. കുട്ടികളെ പെട്ടെന്ന് ഇതിന്റെ എന്തെങ്കിലും നിർമ്മാണം എന്ന പേരിൽ പുറത്തേക്ക് ഇറക്കി നിർത്തരുത്. പകരം അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്ത ശേഷം ഇതിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കണം. നിങ്ങൾ തന്നെ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കൂ. പുള്ളി ബീഹാറിൽ നിന്ന് വന്ന് ഇവിടെ പഠിക്കുന്ന ഒരു പയ്യനാണ്. ഹോസ്റ്റൽ വൈസ് വിച്ച് ഇസ് ബെറ്റർ, കേരള or ബീഹാർ? In my room, in this rainy season, there is 2-inch water in the room. So we used to keep clothes to soak the water and then rinse it out of your room. In normal days, also every other day there will be some wall falling from the room. On top of that, in my room, on the top of the room, there are 2 full water tanks. So it will definitely collapse within some days. The drinking water facility, we are on the 2nd floor. Last room. From there we have to go to that building to bring water. I don't know, is it Rajasthan or Kerala, I don't know. We are 32 inmates in each floor. And in each floor there are only 4 toilets and 4 bathrooms, out of which many doors are broken. Even the flush is not working in almost all of the toilets. Kerala is better in some way. But the hostel, if you compare government college hostels, especially medical college, it is really bad condition. നിങ്ങൾ ഇതെല്ലാം കണ്ടു, നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കയറാനുള്ള റോഡിന്റെ അവസ്ഥ കണ്ടു. കയറി കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിന്റെ അവസ്ഥ, ബാത്റൂമിന്റെ അവസ്ഥ. താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. സാധാരണക്കാരന്റെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം. ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ആ ബിൽഡിംഗ് 2 ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് ഞങ്ങളിപ്പോ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഈ ശൌചാലയം ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ ഭാഗത്തിനും വളരെ മോശം സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാവിലെ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ. രാവിലെയാണ് OPയിൽ 1 മണിക്കൂറിലേറെ നേരം വൈദ്യുതി തടസ്സം നേരിട്ടത്. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ പരിശോധിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. രണ്ടു പേർക്ക് നിപ സ്ഥിരീകരിച്ചതോടെ പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും അതീവ ജാഗ്രത. 300-ലധികം പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 4 പഞ്ചായത്തുകളിലെ 20ഓളം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. കൺട്രോൾ റൂമുകളും പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. പാലക്കാട് രോഗം ബാധിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുവരെ 300-ലേറെ പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയത്. മലപ്പുറത്ത് 211, പാലക്കാട് 91, കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് രോഗം ബാധിച്ചു മരിച്ച പെൺകുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളതിലേറെയും ആരോഗ്യ പ്രവർത്തകരാണ്. കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. സ്ഥിതി വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. രോഗം ബാധിച്ച 2 പേർക്കും ആദ്യം സാരമായ നിപ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നില്ല. 2 മാസത്തിനിടെ രോഗം ആർക്കെങ്കിലും ബാധിച്ചിരുന്നോ എന്നും പരിശോധന നടത്തും. രോഗമുറവിടം കണ്ടെത്താൻ സർവേ നടത്തും. വിപുലമായ സമ്പർക്ക പട്ടികയും തയ്യാറാക്കും. ന്യൂസ് 18 കോഴിക്കോട്. നിപ വന്നവരെല്ലാം മരിച്ചുവെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യാജ ആരോപണം തള്ളി രമേശ് ചെന്നിത്തല. നിപ ബാധിച്ചവരെല്ലാം മരിച്ചിട്ടില്ല. നിപയെ എല്ലാവരും ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. നിപ അടക്കമുള്ള രോഗങ്ങൾ തിരിച്ചു വരുന്നതിന് കാരണം ആരോഗ്യവകുപ്പാണെന്നും ചെന്നിത്തല വിമർശിച്ചു. നിപയിൽ നിന്ന്
എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. നിപ്പയെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം പല സ്ഥലത്തും ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട പല രോഗങ്ങളും ഇപ്പം തിരികെ വരികയാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചത് വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും കണ്ടുകൊണ്ടാണ്. പല രോഗങ്ങളും തിരിച്ചു വരികയാണ്. അതെല്ലാം ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർത്ത് തരിപ്പണമാക്കി അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമാക്കി മാറ്റിയത് ഈ ഗവൺമെന്റാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ പർച്ചേസുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഏറ്റവും അടിയന്തരമായി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. CNDIGയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഈ കോട്ടയത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതുപോലെ ഈ സർക്കാരും വൈകാതെ ഇടിഞ്ഞു വീഴും, സംശയം വേണ്ട. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിനെതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി. മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനെ ആണ്, അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു മകളെ ആരെങ്കിലും കൊലപ്പെടുത്തുമോ? മാതാപിതാക്കൾ രണ്ടുപേരും അവൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് ഏഞ്ചൽ രാത്രികാലങ്ങൾ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം വീടിന്റെ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന
ആ വാചകങ്ങളിലും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിൽ എത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ട് 10 ദിവസം പിന്നിട്ടു. വെടിനിർത്തൽ ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് ഇറാനും വെടിനിർത്തൽ ലംഘിച്ച് ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലും പ്രതികരിച്ചുവെങ്കിലും ഇപ്പോൾ മേഖല ശാന്തമാണ്. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തിയ ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. 12 ദിവസം നീണ്ട പോരാട്ടത്തിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എന്തായിരുന്നു ആ സംഘർഷത്തിന് കാരണം? എങ്ങനെയാണ് സംഘർഷം അവസാനിച്ചത്? KP അഭിലാഷ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. പശ്ചിമേഷ്യയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ 12 ദിനങ്ങൾ. ഒടുവിൽ ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ ധാരണയിൽ എത്തിയിരിക്കുന്നു. എന്തായിരുന്നു സംഘർഷത്തിന് കാരണം? എങ്ങനെയാണ് സംഘർഷത്തിന് അവസാനമായത്? നമുക്ക് പരിശോധിക്കാം. ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിഷേലുകൾ, ഇവരുടെയെല്ലാം ശക്തി ക്ഷയിപ്പിച്ച ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇവർക്ക് അംഗബലവും ആയുധവും ഒരുക്കി നൽകിയത് ഇറാൻ ആണ് എന്ന് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള ഇറാനിൽ ആണവായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടാൽ അത് രാജ്യത്തെ പൗരന്മാർക്ക് ഭീഷണിയാകും എന്ന മൊസാദിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് 2025 ജൂൺ 13 ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആദ്യ ദിനം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു. ഉന്നത സൈനിക ജനറൽമാരെയും മേധാവിയെയും വധിച്ചു. ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് മാസങ്ങൾക്ക് മുമ്പേ ഇറാനിൽ രഹസ്യത്താവളങ്ങൾ ഉണ്ടാക്കി ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞു കയറിയിരുന്നു. ബോംബ് ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ ഇറാന് ഉള്ളിൽ നിന്ന് ഡ്രോൺ ആക്രമണവും നടത്തി ഇസ്രായേൽ. തുടക്കത്തിൽ പകച്ചുവെങ്കിലും തിരിച്ചടിച്ച ഇറാൻ ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചു. അയൺ ഡോമുകളെ മറികടന്ന മിസൈലുകൾ ടെൽ അവീവ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 12 ദിവസവും ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ മണിക്കൂറുകളോളം ബങ്കറുകളിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി. സംഘർഷത്തിന്റെ 10ാം ദിനം ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അമേരിക്കയുടെ B-2 ബോംബറുകൾ. അങ്ങനെയാണ് കടുത്ത സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ യുദ്ധത്തിൽ കൂട്ടാളികൾ ആക്കിയത്. ഫൊർദോ, നദാൻസ്, ഇഫ്സഹാൻ ആണവ നിലയങ്ങൾ തകർത്തു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ആക്രമിക്കും മുമ്പ് 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മാറ്റി എന്നാണ് റിപ്പോർട്ടുകൾ. അത് എന്തു തന്നെയുമാകട്ടെ, അമേരിക്കയുടെ ആക്രമണത്തിന് അല്പം പോലും വൈകാതെ തിരിച്ചടിച്ചു ഇറാൻ. ഇറാഖിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ച ഇറാൻ ഖത്തറിലെ സൈനിക കേന്ദ്രത്തിലും ആക്രമണം നടത്തി. ഇറാന്റെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ അമേരിക്കയുടെ നിർണായക ഇടപെടൽ. ഇരു രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചു. അങ്ങനെയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നു. 12 ദിവസത്തെ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളിലുമായി 1002 പേർ മരിച്ചു എന്നാണ് കണക്കുകൾ. ഇറാനിൽ 974 പേർ മരിക്കുകയും 3458 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലിൽ 28 ജീവനുകൾ പൊലിഞ്ഞു, 1000 പേർക്ക് പരിക്കേറ്റു. അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്: ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? KP അഭിലാഷ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടാണ് കണ്ടത്. KCL 2ാം സീസണിലെ താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 26.80 ലക്ഷം രൂപയ്ക്കാണ് സഞ്ജുവിനെ സ്വന്തമാക്കിയത്. വിഷ്ണു വിനോദാണ് വൻ തുക നേടിയവരിൽ രണ്ടാമൻ. 12.80 ലക്ഷത്തിനാണ് വിഷ്ണുവിനെ കൊല്ലം ഏരീസ് ലേലത്തിൽ പിടിച്ചത്. ജലജ് സക്സേനയും ലേലത്തിൽ നേട്ടമുണ്ടാക്കി. ആലപ്പി റിപ്പിൾസ് 12.40 ലക്ഷം രൂപയ്ക്കാണ് ജലജിനെ സ്വന്തമാക്കിയത്. ബേസിൽ തമ്പിയെ 8.40 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസും
ഷോൺ റോജർ 4.40 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസും സ്വന്തമാക്കി. തിരുവനന്തപുരത്തായിരുന്നു താരലേലം നടന്നത്. വളരെ സന്തോഷമുണ്ട് സഞ്ജുവിനെ ഞങ്ങൾക്ക് കിട്ടിയതിൽ. അത് ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി കാൽക്കുലേഷൻസ്, എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്, ഒത്തിരി ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് സാധിച്ചത്. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ബേസിൽ തമ്പി വന്നുകൊണ്ട് ഞങ്ങൾക്ക് RTM യൂസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എനിവേ വി ഹോപ്പ് ഹി വിൽ കം ബാക്ക് ടു അസ് നെക്സ്റ്റ് ഇയർ. സോ ഹി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഒരുപാട് സന്തോഷം. കാരണം സഞ്ജു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി സഞ്ജു ഈ ഒരു ലീഗിലേക്ക് കളിക്കാൻ വരുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരുന്നത് നമുക്കറിയാം. കാരണം അത്രത്തോളം എക്സ്പോഷറാണ്, പ്രത്യേകിച്ച് കൂടെ കളിക്കുന്ന ആ ഒരു പ്ലേയേഴ്സിനും ബാക്കി കേരള ക്രിക്കറ്റിലെ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ആ ഒരു കോർ ടീമിന് മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,475 രൂപ, പവന് 59,800 രൂപ. വെള്ളി ഗ്രാമിന് 119 രൂപ, കിലോഗ്രാമിന് 1,19,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.